ആലപ്പുഴ തകഴിയിൽ യുവതി പ്രസവിച്ച് കുഞ്ഞിനെ മറവു ചെയ്ത സംഭവം കൊലപാതകമല്ലെന്ന് സൂചന. കുഞ്ഞിന് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ലെന്ന് പ്രാഥമിക നിഗമനം. ഇൻവെസ്റ്റ് നടപടികൾക്ക് ശേഷം കുഞ്ഞിൻ്റെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. സംഭവത്തിൽ യുവതിയുടെ ആൺ സുഹൃത്തും കൂട്ടുകാരനും പോലീസ് കസ്റ്റഡിയിലായി. കൊലപാതകമാണോ എന്നത് പരിശോധനയ്ക്ക് ശേഷമേ പറയാൻ കഴിയൂ എന്ന് ആലപ്പുഴ SP ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. ഒരു അസംഷനിലൊരു മോർ ദാൻ 2 days എന്തായാലും ആയിട്ടുണ്ട്. നമ്മുടെ അടുത്ത് 2 പേര് കസ്റ്റഡി ഉണ്ട്. കൊലപാതകമാണോ അല്ലേ എന്നുള്ളത് നമുക്കത് പരിശോധിച്ച് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരു സിറ്റുവേഷൻ. പ്രതി കാണിച്ചിരുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു. അതെ. വിവരങ്ങളുമായി ഷാജഹാൻ ഉണ്ട്. ഷാജഹാൻ, എന്താണ് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? ബിനു, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് നാടിനെ ഞെട്ടിച്ച ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. ചേർത്തലയിൽ ഒരു പെൺകുട്ടി പ്രസവിക്കുകയും അതിനുശേഷം ആ കുഞ്ഞിനെ കൊലപ്പെടുത്തി ആൺ സുഹൃത്തിന് കൈമാറി. ആൺ സുഹൃത്ത് അത് തൻ്റെ നാടായിട്ടുള്ള തകഴിയിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ മറവ് ചെയ്തു. ഈ വാർത്തയാണ് ആദ്യം പുറത്തു വരുന്നത്. അതിനുശേഷം നമ്മൾ തകഴിയിലെത്തുകയും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ നിന്നും പുറത്തെടുക്കുകയും ചെയ്തു. അതിന് വേണ്ടിയിട്ട് ഈ കുഴിച്ചിട്ടു എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ കാമുകനെ സംഭവ സ്ഥലത്ത് കൊണ്ടുവരികയും അതിനുശേഷം അയാൾ പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുഞ്ഞിൻ്റെ മൃതദേഹം ലഭിക്കുകയും ചെയ്തു. ഏതാണ്ട് 17-ാം തീയതി പുലർച്ചയോടുകൂടിയാണ് ഈ സ്ത്രീ പ്രസവിച്ചത്. ചേർത്തല പൂച്ചാക്കൽ സ്വദേശിയാണ്. അതിനുശേഷം ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി. അവിടെ ചികിത്സയ്ക്കിടയിലാണ് ഡോക്ടർമാർക്ക് ചില സംശയം തോന്നുകയും അവർ പൂച്ചാക്കൽ പോലീസുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തത്. തുടർന്ന് പൂച്ചാക്കൽ പോലീസ് എത്തി പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ പ്രസവിച്ചതും കുഞ്ഞ് മരണപ്പെട്ടു, ആ കുഞ്ഞിനെ തകഴിയിൽ മറവ് ചെയ്തു, തൻ്റെ ആൺ സുഹൃത്താണ് മറവ് ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആൺ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. അദ്ദേഹം കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി. അദ്ദേഹത്തെ സഹായിച്ച മറ്റൊരു സുഹൃത്തിനെ കൂടി പോലീസ് കസ്റ്റഡിയെടുത്തു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പോലീസ് നിരീക്ഷണത്തിലാണ്. കുഞ്ഞിൻ്റെ മൃതദേഹം ഏതാണ്ട് വൈകിട്ട് 5 മണിയോടുകൂടി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നാളെ പോസ്റ്റ്മോർട്ടം നടപടികളുണ്ട്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ ഈ കുട്ടി എങ്ങനെ മരണപ്പെട്ടു, അതായത് ഇവരെ കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവാനന്തരം മരണപ്പെട്ടതാണോ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഈ കാര്യങ്ങൾക്ക് ഒരു സ്ഥിരീകരണം വരണമെങ്കിൽ നാളെ രാവിലത്തെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകണം. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 2 പേർ പോലീസ് കസ്റ്റഡിയിലും ഈ സ്ത്രീ പോലീസിൻ്റെ നിരീക്ഷണത്തിലുമാണ്. ഷാജഹാനാണ് വിശദാംശങ്ങൾ നൽകിയത്.